beautiful Kutti girls, welcome to Psychology Simplified. Calicut University BSc Psychology first semester first module ആയിട്ടുള്ള Introduction to Psychologyയുടെ third part video ആണ് ഇത്. സിലബസ് മാറിയതുകൊണ്ടാണ് വീഡിയോസ് ഇടാണ്ടിരുന്നത്. പക്ഷെ ഞാൻ കമൻറ്റ് ബോക്സ് നോക്കിയപ്പോൾ ഇനി ബാക്കിയുള്ള ടോപ്പിക്സും കൂടി ഇടണമെന്ന് റിക്വസ്റ്റ് കണ്ടു. സോ ടോട്ടൽ 10 ടോപ്പിക്സ് ആണുള്ളത്. അതിലത്തെ 5 ടോപ്പിക്സ് ഫസ്റ്റ് പാർട്ടിലുണ്ട്. 6th ടോപ്പിക് ആയിട്ടുള്ള ഒറിജിൻ ഓഫ് സൈക്കോളജി സെക്കൻഡ് പാർട്ടിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇത് തേർഡ് പാർട്ടാണ്, സ്കൂൾസ് ഓഫ് തോട്ട്. സോ മുന്നത്തെ വീഡിയോ കാണാത്തവർ ഫസ്റ്റ് ആ 2 വീഡിയോസും കണ്ടിട്ട് 7th ടോപ്പിക് ആയിട്ടുള്ള സ്കൂൾസ് ഓഫ് തോട്ട് ആയിട്ടുള്ള ഈ വീഡിയോ കാണാം. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്മൾ ടോപ്പിക്ക് സ്കൂൾ ഓഫ് തോട്ട്. ഈ ഒരു ചാപ്റ്ററിൽ ഫസ്റ്റ് മൊഡ്യൂളിൽ എസ്സേക്ക് ചോദിക്കാൻ പറ്റിയ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ് സ്കൂൾസ് ഓഫ് തോട്ട്. സ്കൂൾസ് ഓഫ് തോട്ട് 7 എണ്ണാണുള്ളത്. സ്ട്രക്ചറലിസം, ഫങ്ഷനലിസം, ബിഹേവിയറിസം, psychodynamic perspective, humanistic perspective, gestalt principles, and finally cognitive psychology. ഇനി ഓരോന്നും എന്താണെന്ന് നമുക്ക് പഠിക്കാം. The first school of thought was proposed by father of psychology, William Wundt. Father of psychology ആണ് വില്യം വൂണ്ട്. വില്യം വൂണ്ട് ആണ് സ്ട്രക്ചറലിസം പ്രപ്പോസ് ചെയ്തത്. An early view of psychology suggesting that the field should focus and identify the basic structure of human mind. സ്ട്രക്ചറലിസംകാർ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സൈക്കോളജി എന്നുള്ളൊരു ഫീൽഡ് ബേസിക് സ്ട്രക്ചർ ഓഫ് ഹ്യൂമൻ മൈൻഡിനെയാണ് ഫോക്കസ് ആൻഡ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത് എന്നാണ് സ്ട്രക്ചറലിസം പറഞ്ഞത്. വില്യം വൂണ്ട് പ്രപ്പോസ് ദാറ്റ് സൈക്കോളജി ഷുഡ് ഫോക്കസ് ഓൺ കണ്ടന്റ് ഓഫ് കോൺഷ്യസ്നെസ് ഇൻ ഓർഡർ ടു ഡിറ്റർമൈൻ ദ ബേസിക് എലമെൻറ്റ്സ് ഓഫ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദം. ദ വ്യൂ ഇസ് നോൺ ആസ് സ്ട്രക്ചറലിസം. വില്യം വൂണ്ട് പറഞ്ഞത് സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഫീൽഡ് കോൺഷ്യസ്നെസ് തന്നെയാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്നും അതുപോലെ തന്നെ ഈ കോൺഷ്യസ്നെസ്സിൻ്റെ ബേസിക് എലമെൻസിനെ ഡിറ്റർമൈൻ ചെയ്തിട്ട് അവർ തമ്മിലുള്ള റിലേഷൻഷിപ്പിനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടതെന്നും എന്നാണ് സ്ട്രക്ചറലിസം എന്ന വ്യൂവിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ സ്ട്രക്ചറലിസത്തിലെ കീ പോയിൻറ്റ്സ് വില്യം വൂണ്ടാണ് കൊടുക്കുന്നത്. പിന്നെ അക്കോർഡിംഗ് ടു ദം ദ ഫീൽഡ് ഷുഡ് ഫോക്കസ് ആൻഡ് ഐഡൻറ്റിഫൈ ദി ബേസിക് സ്ട്രക്ചർ ഓഫ് ഹ്യൂമൻ മൈൻഡ്. ഇവർ ഇമ്പോർട്ടൻസ് കൊടുത്തത് സ്ട്രക്ചർ ഓഫ് ഹ്യൂമൻ മൈൻഡിനേക്കാണ്. Wundt focused on structure of human mind and identification of basic elements of consciousness and investigate how these elements are related. വൂണ്ട് ഒരു മനുഷ്യൻ്റെ സ്ട്രക്ചർ ഓഫ് ഹ്യൂമൻ മൈൻഡിനെ ഫോക്കസ് ചെയ്തിട്ട് കോൺഷ്യസ്നെസ്സിൻ്റെ ബേസിക് എലമെൻസിനെ ഐഡൻറ്റിഫൈ ചെയ്യുകയും അതുപോലെ തന്നെ ആ എലമെൻറ്റ്സ് തമ്മിലുള്ള റിലേഷൻഷിപ്പ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയാണ് അദ്ദേഹം സ്ട്രക്ചറലിസം വ്യൂ പോയിൻറ്റിൽ ചെയ്തത്. The careful systematic self-observation of one's own conscious experience is called as voluntarism, Wundt's term of structuralism. നമ്മളെ സ്വന്തം കോൺഷ്യസ് എക്സ്പീരിയൻസിനെ നമ്മൾ തന്നെ സെൽഫായിട്ട് ഒബ്സർവ് ചെയ്യുക, അതിനെ പറയുന്നതാണ് വോളണ്ടറിസം. ഈ വോളണ്ടറിസത്തിനെയാണ് വൂണ്ടിൻ്റെ ടേം ഓഫ് സ്ട്രക്ചറലിസം എന്നറിയപ്പെടുന്നത്. രണ്ടാമത്തെ സ്കൂൾ ഓഫ് തോട്ടാണ് ഫങ്ഷനലിസം. ഫങ്ഷനലിസം വാസ് പ്രപ്പോസ്ഡ് ബൈ വില്യം ജെയിംസ്. വില്യം ജെയിംസ് ആണ് ഫങ്ഷനലിസം പ്രപ്പോസ് ചെയ്തത്. Structuralism was focused on the structure of human mind, was soon challenged by William James and other psychologists who felt that their new field should focus not on the structure of consciousness but on its function. നമ്മൾ നേരത്തെ പറഞ്ഞു സ്ട്രക്ചറലിസം എന്ന് പറയുന്നത് നമ്മളെ വില്യം വൂണ്ട് സ്ട്രക്ചർ ഓഫ് ഹ്യൂമൻ മൈൻഡിനെയാണ് ഫോക്കസ് ചെയ്യാൻ വരുന്നത്. ഈ ഒരു സംഭവത്തിനെ ചാലഞ്ച് ചെയ്തുകൊണ്ട് വില്യം ജെയിംസും അതുപോലെ തന്നെ വേറെ കുറേ സൈക്കോളജിസ്റ്റും പറഞ്ഞു ഈ ഒരു പുതിയ ഫീൽഡ്, അതായത് സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഫീൽഡ് സ്ട്രക്ചർ ഓഫ് കോൺഷ്യസ്നെസ്സിനെ അല്ല ഫോക്കസ് ചെയ്യേണ്ടത്, അതേസമയം ഫങ്ഷനെയാണ് ഫോക്കസ് ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞത്. ഈ ഒരു വേൾഡിനെ പറയുന്നുണ്ട്, അതായത് സെക്കൻഡ് സ്കൂൾ ഓഫ് തോട്ട് ഫങ്ഷനലിസം. സോ അവർ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫങ്ഷനെയാണ് കൂടുതൽ സൈക്കോളജി എന്നുള്ളൊരു ഫീൽഡ് ഫോക്കസ് ചെയ്യേണ്ടതെന്നാണ്. Functionalism is an early view of psychology suggesting that the field should focus on the function of consciousness. സ്ട്രക്ചറലിസംകാർ പറഞ്ഞത് എന്താണ്, കോൺഷ്യസ്നെസ്സിൻ്റെ സ്ട്രക്ചറിനെ കുറിച്ച് ഫോക്കസ് ചെയ്യാനാണ്. അതേസമയം ഫങ്ഷനലിസം പറഞ്ഞത് കോൺഷ്യസ്നെസ്സിൻ്റെ ഫങ്ഷനെ കുറിച്ച് ഫോക്കസ് ചെയ്യാനാണ്. ആ ഒരു വേർഡിൽ തന്നെ നമുക്ക് അതിൻ്റെ കീ പോയിൻ്റ് ഉണ്ട്. ഓക്കെ, ഇറ്റ് മസ്റ്റ് ഒബ്സർവ് വാട്ട് മൈൻഡ് ഈസ് ആൻഡ് ഹൗ മെൻ്റൽ ആക്ടിവിറ്റി വർക്ക്സ്. ഇവരിതിൽ എന്താണ് മൈൻഡ്, അത് മൈൻഡിനെ ഒബ്സർവ് ചെയ്യുകയും അതുപോലെ തന്നെ മെൻ്റൽ ആക്ടിവിറ്റി എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതും എന്നാണ് ഇതിലവർ അനലൈസ് ചെയ്തത്. ഫങ്ഷനലിസം വാസ് സ്ട്രോങ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഡാർവിൻസ് തിയറി ഓഫ് നാച്ചുറൽ സെലക്ഷൻ. ഡാർവിൻ്റെ ഒരു തിയറി ആയിട്ടുള്ള നാച്ചുറൽ സെലക്ഷനിൽ ഈ ഫങ്ഷനലിസത്തിൽ ഭയങ്കര ഒരു വലിയ ഇൻഫ്ലുവൻസ് തന്നെ ഉണ്ട്.
ഇത്രയുമാണ് ഫങ്ഷണലിസത്തിൻ്റെ പോയിൻറ്റ്സ്. ഇതിൽ കീ പോയിൻറ്റ് വില്യം ജെയിംസ് ഇവരുടെ ഫോക്കസ് ചെയ്യുന്നത് ഫങ്ഷൻ ഓഫ് കോൺഷ്യസ്നെസ് ആണ്. ഇനി നെക്സ്റ്റ് ആണ് മൂന്നാമത്തെ സ്കൂൾ ഓഫ് തോട്ട്, ബിഹേവിയറിസം. ബിഹേവിയറിസം വാസ് പ്രപ്പോസ്ഡ് ബൈ ജോൺ ബി വാട്സൺ. ജോൺ ബി വാട്സൺ ആണ് ബിഹേവിയറിസം കൊടുത്തിട്ടുള്ളത്. He rejected introspection as psychological technique because its result could not be scientifically verified by other psychologists. ഒരു സൈക്കോളജിക്കൽ ടെക്നിക്കാണ് ഇൻട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ടെക്നിക്ക്. അപ്പോൾ ഈ ജോൺ ബി വാട്സണ് ഈ സൈക്കോളജിക്കൽ ടെക്നിക്കായിട്ടുള്ള ഇൻട്രോസ്പെക്ഷനെ റിജക്റ്റ് ചെയ്തു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് സയൻറ്റിഫിക്കലി വെരിഫൈ ചെയ്യാൻ പറ്റിയിട്ടില്ല. അതുകൊണ്ടാണ് ഈ ഒരു ഇൻട്രോസ്പെക്ഷനെ ജോൺ ബി വാട്സൺ റിജക്റ്റ് ചെയ്തത്. According to Watson, psychology should focus on behavior and not on consciousness. അപ്പോൾ ജോൺ ബി വാട്സൺ പറഞ്ഞത് എന്ന് വെച്ച് കഴിഞ്ഞാൽ സൈക്കോളജി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പുതിയ ഫീൽഡ് കോൺഷ്യസ്നെസ്സിനെ അല്ല ഫോക്കസ് ചെയ്യേണ്ടത് ബിഹേവിയറിസത്തിനെയാണെന്നാണ്. സ്ട്രക്ചറലിസംകാർ പറഞ്ഞു എന്താണ് കോൺഷ്യസ്നെസ്സിൻ്റെ സ്ട്രക്ചറിനെ ഫോക്കസ് ചെയ്യണം. ഫങ്ഷണലിസം പറഞ്ഞു കോൺഷ്യസ്നെസ്സിൻ്റെ ഫങ്ഷനാണ് ഫോക്കസ് ചെയ്യേണ്ടത്. അതേസമയം ബിഹേവിയറിസം പറയുന്നത് എന്താണ് കോൺഷ്യസ്നെസ്സിനെ അല്ല ഫോക്കസ് ചെയ്യേണ്ടത് ബിഹേവിയറിനാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത്. He realized that he could study the behavior of animals even though he couldn't ask questions or know what they are thinking. അദ്ദേഹം പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന് എനിമൽസിൻ്റെ ബിഹേവിയറിനെ കുറിച്ചിട്ട് മനസ്സിലാക്കാൻ പറ്റി. അവരെ എനിമൽസിനോട് സംസാരിച്ചിട്ടോ അതോ ഇവർ ഈ എനിമൽസ് എന്താണ് തിങ്ക് ചെയ്യുന്നത് അതൊന്നും മനസ്സിലാക്കാണ്ട് തന്നെ അദ്ദേഹത്തിന് അവരുടെ ബിഹേവിയർ മനസ്സിലാക്കാൻ പറ്റി. ബിഹേവിയർ റിഫേഴ്സ് ടു എനി ഓവേർട്ട് ഒബ്സർവബിൾ ആക്ഷൻ ബൈ ആൻ ഓർഗാനിസം. എന്താണ് ബിഹേവിയർ എന്ന് പറയുന്നത്? നമുക്കറിയാം നമുക്ക് ബിഹേവിയറിന് 2 ടൈപ്സ് ഉണ്ട്, ഓവേർട്ടും കോവേർട്ടും. ഓവേർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒബ്സർവറബിൾ ആയിട്ടുള്ള ആക്ഷൻസ് ആണ്. അതേസമയം കോവേർട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺഒബ്സർവറബിൾ ആയിട്ടുള്ള ആക്ഷൻസ് ആണ്. ഒബ്സർവബിൾ ആയിട്ടുള്ള ആക്ഷൻ്റെ ഒരു എക്സാമ്പിളാണ് പ്ലേയിങ്, അത് നമുക്ക് കാണാൻ പറ്റും. അതേസമയം അൺഒബ്സർവറബിൾ ആയിട്ടുള്ള ഒരു എക്സാമ്പിളാണ് തിങ്കിങ്. നമുക്ക് ഒരാൾക്ക് മറ്റുള്ളവർ എന്താണ് ചിന്തിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ട് അതിനെ കോവേർട്ടെന്നും നമുക്ക് കാണാൻ പറ്റുന്ന ആക്ഷൻസിനെ ഓവേർട്ടെന്നും എന്നാണ് പറയുക. ഫോളോവേഴ്സ് ഓഫ് ബിഹേവിയറിസം, ഇവാൻ പാവ്ലവ് അദ്ദേഹം കൊടുക്കുന്നത് ക്ലാസിക്കൽ കണ്ടീഷനിങ്, B.F. സ്കിന്നർ അദ്ദേഹം കൊടുക്കുന്നത് ഒപ്പാരൻറ്റ് കണ്ടീഷനിങ്, ആൽബർട്ട് ബണ്ടൂര ഒബ്സർവേഷണൽ ലേണിംഗ് ആൻഡ് തോർണ്ടൈക്ക് കൊടുക്കുന്നത് ട്രയൽ ആൻഡ് എറർ ലേണിംഗ്. സോ ബിഹേവിയറിസത്തിൽ ആരാണ് കൊടുക്കുന്നതെന്ന് നോക്കാം. ഈ ഒരു ഫീൽഡ് കോൺഷ്യസ്നെസ്സിന് അല്ല ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് ബിഹേവിയറിനാണ് ഇമ്പോർട്ടൻറ്റ് കൊടുക്കുന്നത് പറയാം. പിന്നെ എന്താണ് ബിഹേവിയർ എന്ന് പഠിക്കുക. അതുപോലെ തന്നെ ബിഹേവിയറിസത്തിൻ്റെ ഫോളോവേഴ്സ് 4 ഫോളോവേഴ്സ് ഉണ്ട്, അവരുടെ പേരും അവരെന്താണ് കൊടുത്തതെന്നും പഠിക്കുക. നെക്സ്റ്റ് 4th സ്കൂൾ ഓഫ് തോട്ടാണ് സൈക്കോ ഡൈനാമിക് പെർസ്പെക്റ്റീവ്. സൈക്കോ ഡൈനാമിക് പെർസ്പെക്റ്റീവ് ഇസ് പ്രപ്പോസ്ഡ് ബൈ സിഗ്മണ്ട് ഫ്രൂഡ്. ഫ്രൂഡ് നമ്മൾ സൈക്കോളജിയിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പേഴ്സണാണ്. സോ സിഗ്മണ്ട് ഫ്രൂഡാണ് ഈ ഒരു സ്കൂൾ ഓഫ് തോട്ട് കൊടുക്കുന്നത്. Sigmund Freud gave importance to the inner unconscious experiences, thoughts, memories and desires. സിഗ്മണ്ട് ഫ്രൂഡ് എന്ന് പറയുമ്പോൾ തന്നെ കണക്ട് ചെയ്ത് പഠിക്കേണ്ടത് അദ്ദേഹം അൺകോൺഷ്യസിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. അൺകോൺഷ്യസ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്, തോട്ട്സ്, ഇമോഷൻസ്, മെമ്മറീസ് അതിനൊക്കെയാണ് സിഗ്മണ്ട് ഫ്രൂഡ് ഫോക്കസ് ചെയ്തത്. പിന്നെ 3rd പോയിന്റ് മിസ്റ്റേക്കൻലി ആഡ് ചെയ്തതാണ്. 4th പോയിന്റ് നോക്കാം. ഹി പ്രപ്പോസ് ദാറ്റ് ബിഹേവിയർ ഇസ് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ്ഡ് ബൈ ഹൗ പീപ്പിൾ കോപ്പ് അപ്പ് വിത്ത് ദെയർ സെക്ഷൽ ഏർജസ്. ഓരോ ഇൻഡിവിജ്വലും അവരെ സെക്ഷുവൽ ഏർജസിനായിട്ട് എങ്ങനെയാണ് കോപ്പപ്പ് ചെയ്യണത് അത് ബിഹേവിയറിനായിട്ട് ഗ്രേറ്റ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടെന്നാണ് സിഗ്മണ്ട് ഫ്രൂഡ് പറഞ്ഞത്. അദ്ദേഹം പ്രപ്പോസ് ചെയ്തിട്ടുള്ള ഒരു തിയറിയാണ് ഇൻസ്റ്റിങ്ക്ട് തിയറി. ഫ്രൂഡ് ബിലീവ് that we all experience a certain amount of instinctual tension that we must continually act to reduce it. There are 2 types of instinct, life instinct and death instinct. ഇൻസ്റ്റിങ്ക്ട് തിയറി പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ടൈപ്പ് ഓഫ് ഇൻസ്റ്റിങ്ക്റ്റ് ആണ് ഉള്ളത്, ലൈഫ് ഇൻസ്റ്റിങ്ക്റ്റും ഡെത്ത് ഇൻസ്റ്റിങ്ക്റ്റും. അദ്ദേഹം ബിലീവ് ചെയ്തത് മനുഷ്യന്മാരെപ്പോഴും ഒരു ഇൻസ്റ്റിങ്ക്ച്വൽ ടെൻഷൻ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. ആ ഒരു ടെൻഷൻ അവർ റെഡ്യൂസ് ചെയ്യാനും ട്രൈ ചെയ്യുന്നുണ്ട്. ഇതാണ് ഇൻസ്റ്റിങ്ക്ട് തിയറിയിൽ പറയുന്നത്. പിന്നെ നെക്സ്റ്റ് ആണ് ലെവൽസ് ഓഫ് കോൺഷ്യസ്നെസ്. നമ്മൾ കോൺഷ്യസ്നെസ്സിന് 3 ലെവലാണ് ഫ്രൂഡ് കൊടുത്തിട്ടുള്ളത്. ദി കോൺഷ്യസ്, ദി പ്രീ കോൺഷ്യസ്, ദി അൺകോൺഷ്യസ്. കോൺഷ്യസ് ലെവൽ എന്ന് പറയുമ്പോൾ അറ്റ് ദ മൊമെൻറ്റ് നമുക്ക് അവെയർ ആയിരിക്കും അബൌട്ട് ദ ഇൻഫോർമേഷൻ. അതായത് നമ്മൾ കോൺഷ്യസ്ലി കേൾക്കുന്ന മെമ്മറീസും അല്ലെങ്കിൽ നമ്മൾ കാണുന്ന കാഴ്ചകളും ആലോചിക്കുന്ന മെമ്മറീസും തോട്ട്സും ഇമോഷൻസും ഫീലിങ്സും ഒക്കെയാണ് കോൺഷ്യസിൽ വരുന്നത്. 2ാമത്തെ ലെവലാണ് പ്രീ കോൺഷ്യസ് അല്ലെങ്കിൽ സബ് കോൺഷ്യസ് എന്നും പേരുണ്ട്. അതായത് നമ്മൾ അറ്റ് ദ മൊമെൻറ്റ് നമുക്ക് ആ ഒരു മെമ്മറിയോ അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസോ നമുക്ക് ഓർമ്മ ഉണ്ടാവില്ല, പക്ഷെ നമ്മൾ കുറച്ചും കൂടി
തിങ്ക് ചെയ്ത് നമുക്ക് ഓർമ്മ ഉണ്ടാവും. പിന്നെ തേർഡ് ലെവലാണ് ദി അൺകോൺഷ്യസ്. അൺകോൺഷ്യസിൽ കിടക്കുന്ന മെമ്മറീസും തോട്ട്സും ഇമോഷൻസും ഒക്കെ നമുക്ക് പെട്ടെന്ന് ഓർത്തെടുക്കാൻ പറ്റൂല. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ കോൺഷ്യസ് ആയിട്ടുള്ള കാര്യമാണ്, നമ്മൾ ഇന്ന് രാവിലെ എണീറ്റു, ഫുഡ് കഴിച്ചു. അപ്പോൾ അതെന്താണ്, അത് കോൺഷ്യസിൽ കിടക്കുന്ന ഒരു ഇൻഫർമേഷനാണ്. പ്രീ കോൺഷ്യസിൽ കിടക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മളൊരു കല്യാണത്തിന് പോയി, അത് പെട്ടെന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഓർമ്മ വരണതില്ല. ചിലപ്പോൾ ഒരു അകന്ന ബന്ധുവിൻ്റെ കല്യാണമായിരിക്കും. സോ പെട്ടെന്ന് പറഞ്ഞപ്പോൾ ഓർമ്മയില്ല. പക്ഷെ നമ്മൾ കുറച്ച് തിങ്ക് ചെയ്താൽ കഴിഞ്ഞ ആഴ്ച ഞാൻ പോയിരുന്നു, അങ്ങനെ കുറച്ച് തിങ്ക് ചെയ്തപ്പോൾ എനിക്ക് ആ ഒരു മെമ്മറി കിട്ടി. അൺകോൺഷ്യസ് പറയുമ്പോൾ നമ്മൾ ചെറുപ്പത്തിൽ പറയാണ്, നമ്മൾ അന്ന് നീ ട്രിപ്പ് പോയപ്പോൾ വീണിട്ടുണ്ടായിരുന്ന ചെറുപ്പത്തിലത്തെ കാര്യം, അത് അൺകോൺഷ്യസിൽ കിടക്കുന്നതാണ്. നമ്മൾ എത്ര ചിന്തിച്ചാലും നമുക്കത് കോളപ്പ് ചെയ്യാൻ പറ്റൂല. അപ്പോൾ ഇതാണ് 3 ലെവൽസ് ഓഫ് കോൺഷ്യസ്നെസ്. പിന്നെ നെക്സ്റ്റ് ആണ് തിയറി ഓഫ് പേഴ്സണാലിറ്റി അല്ലെങ്കിൽ സ്ട്രക്ചറൽ തിയറി. 3 പാർട്സ് ആണ് സ്ട്രക്ചറൽ തിയറിക്കുള്ളത്. ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ. ഇഡ് വർക്ക് ചെയ്യണത് പ്ലഷർ പ്രിൻസിപ്പളിലാണ്. ഇഡ് മെയിൻലി കാണുന്നത് ഇൻഫാൻസിലും സ്മോൾ ചിൽഡ്രനിലുമാണ്. ഇഡ് വർക്ക് ചെയ്യണത് കോൺഷ്യസ് ലെവലിലാണ്. ഇൻസ്റ്റിക്റ്റ് എനർജിക്കും അതുപോലെ തന്നെ സൈക്കിക് എനർജിയുടെയും ഒരു റിസർവോയർ ആണ് ഇഡ്. പിന്നെ സെക്കൻഡ് വൺ ഈഗോ. ഈഗോ വർക്ക് ചെയ്യണത് റിയാലിറ്റി പ്രിൻസിപ്പളിലാണ്. ഈഗോ എന്ന് പറയുന്നത് കോൺഷ്യസ് ലെവലിലും അൺകോൺഷ്യസ് ലെവലിലും സബ് കോൺഷ്യസ് ലെവലിലും ഒക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഈഗോ ആണ് ഇഡിനെയും സൂപ്പർ ഈഗോനെയും മെയിൻറ്റെയിൻ ചെയ്യണത്. പിന്നെ സൂപ്പർ ഈഗോ വർക്ക്സ് ഓൺ മൊറാലിറ്റി പ്രിൻസിപ്പിൾ. ഐഡിയൽ പാർട്ട് ഓഫ് പേഴ്സണാലിറ്റി എന്ന് പറയുന്നതാണ് സൂപ്പർ ഈഗോ. സൂപ്പർ ഈഗോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ശരി എന്താണ് തെറ്റ് എന്നുള്ള ആ ഒരു അറിവ് ഉണ്ടാവും. സൂപ്പർ ഈഗോക്ക് 2 പാർട്സ് കൺസിസ്റ്റ് ചെയ്യുന്നുണ്ട്, കോൺസയൻസ് ആൻഡ് ഈഗോ ഐഡിയൽ. നെക്സ്റ്റ് അബൌട്ട് ആങ്സൈറ്റി. ആങ്സൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്റ്റേറ്റ് ഓഫ് ടെൻഷനാണ്. ആ ഒരു ടെൻഷൻ കാരണം ഇൻഡിവിജ്വലിനെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ തോന്നിപ്പിക്കും. ഇഡിലും അതുപോലെ തന്നെ ഈഗോൻ്റെയും ഇടയിൽ ഒരു കോൺഫ്ലിക്റ്റ് വരുമ്പോഴാണ് ആങ്സൈറ്റി വരുന്നത്. ആങ്സൈറ്റിക്ക് 3 ടൈപ്സ് ആണ് ഉള്ളത്, റിയാലിറ്റി, ന്യൂറോട്ടിക് ആൻഡ് മോറൽ ആങ്സൈറ്റി. ആൻഡ് നെക്സ്റ്റ് അബൌട്ട് ഡിഫൻസ് മെക്കാനിസം. ഡിഫൻസ് മെക്കാനിസം എന്നത് ഒരു സൈക്കോളജിക്കൽ സ്ട്രാറ്റജിയാണ്. നമുക്ക് ആങ്സൈറ്റി, ഗിൽട്ടൊക്കെ വരും. അപ്പോൾ നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് ഡിഫൻസ് മെക്കാനിസം. അതായത് നമുക്ക് ആങ്സൈറ്റി അതുപോലെ തന്നെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന തോട്ട്സ്, ഫീലിങ്സ്, ഇമോഷൻസ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ തന്നെ അറിയാണ്ട് അൺകോൺഷ്യസ്ലി നമ്മൾ തന്നെ ആ ഒരു അൺഅക്സെപ്റ്റഡ് ആയിട്ടുള്ള തോട്ട്സിനെയും ഇമോഷൻസിനെയും നമുക്ക് നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യും. നെക്സ്റ്റ് ആണ് തിയറി ഓഫ് സൈക്കോസെക്ഷൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ്. ഫ്രൂയിഡ് 5 സൈക്കോസെക്ഷൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ് ആണ് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേതാണ് ഓറൽ. ഓറൽ എന്ന് പറയുന്നത് 0 to 1 ഏജിലാണ് ഓറൽ വരുന്നത്. ആ സമയത്തുള്ള യൂറോജീനിയസ് സോണ് മൗത്താണ്. ഈ ഒരു സ്റ്റേജിൽ കുട്ടികൾ പ്ലഷർ സീക്ക് ചെയ്യുന്നത് മൗത്തിൽ കൂടെയാണ്. അതായത് സക്ക് ചെയ്തിട്ട് ചൂയിങ്, ഈറ്റിംഗ്, ബൈറ്റിംഗ്, ഇങ്ങനെയൊക്കെയാണ് ചിൽഡ്രന് പ്ലഷർ സീക്ക് ചെയ്യുന്നത്. അഥവാ ഈ ഒരു സ്റ്റേജിൽ സാറ്റിസ്ഫൈഡ് ആയില്ലെങ്കിൽ ഫിക്സേഷൻ വരും. പിന്നെ സെക്കൻഡ് സ്റ്റേജാണ് ആനൽ. ആനൽ എന്ന് പറയുന്നത് 1.5 to 3 ഏജാണ് ആനലിൻ്റെ ഏജ്. അവിടുത്തെ യൂറോജീനിയസ് സോണ് ആനസ് ആണ്. ആൻഡ് ഇതിനെയാണ് ടോയ്ലറ്റ് ട്രെയിനിങ് സ്റ്റേജ് എന്ന് പറയുന്നത്. അതായത് ആനൽ പീരിയഡിലാണ് കുട്ടികൾക്ക് ടോയ്ലറ്റ് ട്രെയിനിങ് ഒക്കെ കൊടുക്കുന്നത്. പിന്നെ തേർഡ് വൺ ഫാലിക്. 3 to 6 ഏജാണ് വരുന്നത്. യൂറോജീനിയസ് സോണ് ജെനിറ്റലാണ്. മെയിൽസിൽ ഓയിഡിപ്പസ് കോംപ്ലക്സ് വരാൻ സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഫീമെയിൽസിൽ ഇലക്ട്രാ കോംപ്ലക്സ് വരാൻ സാധ്യതയുണ്ട്. ഓയിഡിപ്പസ് കോംപ്ലക്സ് എന്ന് പറയുമ്പോൾ ഒരു ബോയ്ക്ക് അതിൻ്റെ അമ്മനോട് ഒരു സെക്ഷൽ ഫീലിംഗ് തോന്നും. ആൻഡ് ആ ഒരു അമ്മനോട് സെക്ഷൽ ഫീലിംഗ് ഉള്ളത് കൊണ്ട് തന്നെ ഫാദർ ഇതിനാൽ ചീത്ത പറയുമോ എന്നുള്ളൊരു ത്രെട്ടും ആ ഒരു ബോയ്ക്ക് ഉണ്ടാവും. അതിനെ പറയുന്നതാണ് ഓയിഡിപ്പസ് കോംപ്ലക്സ്. അതേസമയം ഇലക്ട്രോൺ കോംപ്ലക്സ് എന്ന് പറയുന്നത് ഫീമെയിൽസിന് ഉണ്ടാകുന്നതാണ്. അതായത് ഓയിഡിപ്പസ് കോംപ്ലക്സിന് നേരെ ഓപ്പോസിറ്റ്. അതായത് ഒരു ഗേൾക്ക് സ്വന്തം ഫാദറിനോട് ഒരു സെക്ഷൽ ഫീലിംഗ് തോന്നുകയും ചെയ്യും. അതുപോലെ തന്നെ ഈ ഒരു സെക്ഷൽ ഫീലിംഗ് ഫാദറിനോട് ഉള്ളത് കൊണ്ട് മദർ ചീത്ത പറയുമോ എന്നുള്ളൊരു ത്രെട്ട് ആ ഒരു പെൺകുട്ടിക്ക് ഉണ്ടാവും. പിന്നെ നെക്സ്റ്റ് ആണ് ലാറ്റൻസി. ലാറ്റൻസിൽ പറയുന്നത് 6 to 12 ഏജാണ്. ഈ ഒരു സമയത്താണ് സെക്ഷൽ ഫീലിങ്സും സെക്കൻഡറി ക്യാരക്ടേഴ്സൊക്കെ ഡെവലപ്പ് ആവുന്നത്. ആൻഡ് ഫൈനൽ ആയിട്ടുള്ള ഒരു സ്റ്റേജാണ് ജെനിറ്റൽ. 12 to adult ആണ്. ഇവിടുത്തെ യൂറോജീനിയസ് സോൺ എന്ന് പറയുന്നത് അതർ പീപ്പിൾസ് ജെനിറ്റലാണ്. ഈ ഒരു സമയത്താണ് നമുക്ക് നന്നായിട്ട് വർക്ക് ചെയ്യണം, അതുപോലെ തന്നെ ലവ് ചെയ്യണം, ഒരു മേറ്റ് വേണം, റെയറിങ് ചിൽഡ്രൻ, അങ്ങനത്തെ ഒക്കെ ഉള്ള തോട്ട്സ് വരുന്നതാണ് ജെനിറ്റൽ പീരിയഡിൽ.
ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് സൈക്കോഡൈനമിക് പെർസ്പെക്റ്റീവ് എന്ന് പറയുന്നത്. സോ ജസ്റ്റ് ഫോർ കൺക്ലൂഷൻ, സൈക്കോഡൈനമിക് പെർസ്പെക്റ്റീവ് കൊടുക്കുന്നത് സിഗ്മണ്ട് ഫ്രൂയിഡാണ്. അദ്ദേഹം അൺകോൺഷ്യസിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. പിന്നെ പറയുന്നത് ഇൻസ്റ്റിങ്ക്ട് തിയറി, 2 ടൈപ്പ് ഓഫ് ഇൻസ്റ്റിങ്ക്റ്റും. എന്താണ് ഇൻസ്റ്റിങ്ക്ട് തിയറി എന്ന് നോക്കുക. അതായത് ഒരു ടെൻഷൻ ഉണ്ടാകും ഓരോ മനുഷ്യർക്കും, അത് അവർ റിഡ്യൂസ് ചെയ്യാൻ വേണ്ടി സ്ട്രൈവ് ചെയ്യും. പിന്നെ 3 ലെവൽസ് ഓഫ് കോൺഷ്യസ്നാണ് ഉള്ളത്: കോൺഷ്യസ്, പ്രീ കോൺഷ്യസ്, അൺകോൺഷ്യസ്. പിന്നെ തിയറി ഓഫ് പേഴ്സണാലിറ്റി 3 ഇഡ്, ഈഗോ, സൂപ്പർ ഈഗോ. അതിൽ ഇഡ് പ്ലഷർ പ്രിൻസിപ്പിളാണ്, ഈഗോ റിയാലിറ്റി പ്രിൻസിപ്പിളാണ്, സൂപ്പർ ഈഗോ മൊറാലിറ്റി പ്രിൻസിപ്പിളാണ്. പിന്നെ നെക്സ്റ്റ് ആണ് ആങ്സൈറ്റി. ആങ്സൈറ്റി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനുഷ്യർക്ക് ഒരു സ്റ്റേറ്റ് ഓഫ് ടെൻഷൻ വരും. അതുകൊണ്ട് തന്നെ ആ ഒരു ടെൻഷൻ കാരണം അവർക്ക് എന്തെങ്കിലും ചെയ്യാൻ തോന്നും. ഓക്കെ, അത് ചിലപ്പോൾ അവർ നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതായത് ഇഡിനും ഈഗോൻ്റെ ഇടയിൽ ഒരു കോൺഫ്ലിക്റ്റ് വരുമ്പോഴാണ് ആങ്സൈറ്റി വരുന്നത്. പിന്നെ ഡിഫൻസ് മെക്കാനിസം വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാം. ഗിൽറ്റിൽ നിന്നും അൺഅക്സെപ്റ്റബിൾ തോട്ട്സ് ആൻഡ് ഇമോഷൻസിൽ നിന്നും നമ്മളെ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനാണ് ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് അബൌട്ട് 5 സ്റ്റേജസ് ഓഫ് സൈക്കോസെക്ഷൽ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെൻറ്റ്, അതായത് ഓറൽ, ആനൽ, ഫാലിക്, ലാറ്റൻസി ആൻഡ് ജെനിറ്റൽ. ഓക്കെ, താങ്ക് യു. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കണും കൂടിയും പ്രസ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക. സൈക്കോളജി സിംപ്ലിഫൈഡ് സൈനിങ് ഓഫ്.